ഹായ്, കായലോട് നടന്ന സംഭവം, ആത്മഹത്യ ചെയ്തത് 40 വയസ്സുള്ള സ്ത്രീ ആത്മഹത്യ ചെയ്തതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടിയുടെ ഉമ്മ രംഗത്ത് വന്നിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട പയ്യന്മാരാണ്, അവർ ഇന്നസെന്റ് ആണ് എന്നുള്ളത്. പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അവർ ഇന്നസെന്റ് ആണെന്നുള്ളത്. വാസ്തവത്തിൽ പെണ്ണിന്റെ ഒരു ബന്ധു അതിനകത്തുണ്ട് എന്നുള്ളതാണ്. പെണ്ണിന്റെ ഒരു ബന്ധുവും മറ്റ് രണ്ടുപേരും കൂടെ ചേർന്ന് ഈ പയ്യനെ കിഡ്നാപ്പ് ചെയ്ത് നേരെ കൊണ്ടുപോയത് SDPIയുടെ ഓഫീസിലേക്കാണ്. അവിടെ കൊണ്ടുപോയി അവിടെ ഇട്ട് ഇടിയൊക്കെ കൊടുത്തു. ഇവരുടെ കംപ്ലീറ്റ് സാധനങ്ങൾ പിടിച്ചു വാങ്ങി, പെണ്ണിൻ്റെ മൊബൈൽ പിടിച്ചു വാങ്ങി, അവൻ്റെ ലാപ്ടോപ്പ് പിടിച്ചു വാങ്ങി ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ എനിക്ക് കുറച്ചധികം പേരുടെ കുറേയധികം ഇൻഫർമേഷൻ, നാട്ടിലുള്ള കുറേ പേരുടെ കോൾസ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ നാട്ടിൽ ഇതൊരു സ്ഥിര പരിപാടിയാണ്. ഈ പ്രത്യേകതരം സദാചാരവാദം അത് ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിനകത്ത് SDPIക്കാർ പെറ്റതാണ് ഏറ്റവും വലിയ മോശമായ ഒരു രംഗം ഇപ്പോൾ കാണുന്നത്. ഇവറ്റകൾ ആരെന്ത് ചെയ്താലും കിടന്നു പുറക്കാൻ പറ്റാത്തത് മുസ്ലിങ്ങൾക്ക് ആണെന്നുള്ളതാണ്. ഈ പെൺകുട്ടി, അതായത് ഈ 40 വയസ്സുള്ള സ്ത്രീ, 3 മക്കളുടെ അമ്മ, ഇവനുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് അവളുടെ ഉമ്മ പറയുന്നത്. ഒരാണും ഒരു പെണ്ണും മാത്രം മക്കളുള്ള ഉമ്മ ഇത് വന്ന് തുറന്നു പറയണം. മകൾ നഷ്ടപ്പെട്ട വേദനയിൽ ഇരുന്നു കൊണ്ടും ആ 3 പിള്ളേരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വർത്തമാനം ഉമ്മാക്ക് തന്നെ ബോധമില്ല. ചിലപ്പോൾ ഇത് ഉമ്മയെ കൊണ്ട് പറയിക്കുന്നതാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് തന്നെ ആയാലും തെറ്റിനെ തെറ്റ് എന്ന് പറയുന്നതാണ് ശരി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി ഈ വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നത്. മനസ്സിലായ ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു അപ്ഡേഷനാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അമ്മ പറയുന്നത് കേൾക്കാം. കുട്ടികളല്ല, പാവം പിള്ളേരാ. ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. ഇവര് കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പെങ്ങളല്ലേ ഇത്, ചേച്ചിയുടെ പിള്ളേരാണല്ലോ. അപ്പൊ സ്വന്തം പിള്ളേരായത് കാരണം ഇവർ ഒരു നാണക്കേട് കാരണം ഇനി എന്താ ഇവിടെ കൂടെ കാണുന്നു ചോദിച്ചു. അപ്പം പറഞ്ഞു പിന്നെ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് രണ്ടാളും പറഞ്ഞ്. എൻ്റെ ഒരു മോളൊരു വെറും പാവം മോളായിരുന്നു. കൂടുതലായിട്ട് ആരോടും സംസാരിക്കുകയില്ല. ഇത്രയ്ക്ക് പാവം മോളായിരുന്നു. മറ്റേ ആവശ്യമില്ലാത്ത കൂട്ടുകാരോ ഒന്നുമില്ലാത്തൊരു മോളാണ്. കുറച്ച് കാലമായിട്ട് പിയാപ്പിളാന്ന് അത്രയ്ക്ക് നല്ലൊരു പിയാപ്പിളയായിരുന്നു. വളരെ ഡീസൻ്റുള്ള ദീനിയായിട്ടുള്ളതും ഉള്ള എന്ത് കാര്യവും സാധിച്ചു കൊടുക്കുന്നൊരു പയ്യനുമായിരുന്നു. അപ്പം അവർ കുറച്ച് നാളായിട്ട് അവനെ വെറുത്തിരിക്കുക. പിന്നെ ചെക്കനുമായിട്ടുള്ള ഇതിപ്പോൾ 3 വർഷമായി പോലെ വന്ന് ഇപ്പം നമ്മൾ അറിയുന്ന ഒരാഴ്ചയായിട്ടുള്ള അറിഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോകുന്ന നമുക്കൊരു മോളേ ഉള്ളൂ, ഒരു മോളും ഒരു മോനുമാണ്. അപ്പോൾ അതിൽ നമുക്ക് വളരെ പരാതിയുണ്ട്. നമ്മൾ നാളെ പോയിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. നമ്മളെ വക്കീലിനെ കാണുന്നുണ്ട്. മോക്കോ മോളെ ഒരു വിഷമം നമ്മളെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല. തുറന്നൊന്നും സംസാരിക്കില്ല. ഈയിടെയായിട്ട് തുറന്നൊന്നും പറയില്ല, ഒരു കാര്യവും പറയാറില്ല. ചെക്കനുമായിട്ട് കൂട്ടുകെട്ട് എൻ്റെ തിരികെ നമ്മളൊന്നും കണ്ടുകൂടാ. കുറച്ച് നാളായി. ഇപ്പോൾ നമ്മളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇവനുള്ളത്. ഇവൻ അവിടെ വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം. അതിൽ കൂടുതൽ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഒക്കെ നമ്മളെ മോക്ക് നീതി കിട്ടണം. നഷ്ടപ്പെട്ടു. അതൊന്നും ഒന്നുമില്ലല്ലോ. കടമുണ്ട്, കടക്കാരപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നെല്ലാം വിളിക്കുന്നുണ്ട്. ഒരു കുറി നടത്തിയിട്ടുണ്ട്. ഇപ്പം അവള് വീട്ടിൽ നിന്ന് തന്നെ ചെറിയൊരു കുറി ആയിട്ടുണ്ട്. ഉമ്മ പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ ഈ മകൾ നല്ല ഫസ്റ്റ് ക്ലാസ് പിഴച്ച് നടക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. ഇത് ഇന്നലെ കമന്റ്സിലും കുറച്ച് പേര് വന്നിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ പിഴ എന്ന് പറയുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കെ തങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് വിദേശത്തേക്ക് ജോലിക്ക് പോയ ഭർത്താവ് ജീവിച്ചിരിക്കെ വേറൊരു പയ്യനുമായിട്ട് മറ്റൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത സ്ത്രീയെ പിന്നെ ദേവത എന്ന് പറയണോ? ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന സംഗതിയല്ല അത്. ഇയാള് ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് സത്യം. ഈ ഉമ്മയും മനസ്സിലാക്കിയിരുന്നു. ഉമ്മ പറയല്ലേ 3 വർഷമായിട്ട് ചെറുക്കനുമായിട്ട് ബന്ധമുണ്ടെന്ന്. അപ്പൊ ഉമ്മക്ക് അറിയില്ലെന്ന് പറയുന്ന നുണയല്ലേ? ബന്ധുക്കൾക്കൊക്കെ അറിയാമായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു, ഭർത്താവിനും അറിയാമായിരുന്നു. ഇവളെ ഇതിൽ നിന്ന് തിരുത്താൻ വേണ്ടി അവൻ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടും ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം എന്നുള്ള നിഷ്ഠ പിടിക്കുകയും അവൻ്റെ ഒപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ധം ദൃഢമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ 3 എണ്ണം വിക്ടിമാണ്, ബുദ്ധിയുമില്ല എന്ന് പറയും. SDPI എന്ന് പറയുന്ന ഒരു പാർട്ടി, പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ട്, അത്രയും റിസ്കി ഫാക്റ്റിൽ നിൽക്കുന്ന
ഒരു പാർട്ടിയാണത്. അവർ ചെയ്യുന്ന ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട് അവർ നാട്ടുകാർക്ക്, ഒരുപാട് ജനസേവനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും പബ്ലിഷ് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ആ പാർട്ടി കുറച്ച് ശക്തമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ, അപരവൽക്കരണം ഏർപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് വന്ന ഒരു പാർട്ടി ആയതുകൊണ്ടും അവരെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയ കുൽസിത സംഘം നിൽക്കുന്നത് കൊണ്ടും തന്നെ അതിനെ ഒതുക്കാൻ നിൽക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് നമ്മൾ കൊണ്ടുപോയി മരുന്നിട്ട് കൊടുക്കരുത്. ഈ പിള്ളേരെ അഥവാ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇത് കൊട്ടേഷൻ തന്നെയാണ്, ഈ ഉമ്മയൊക്കെ കൊടുത്ത കൊട്ടേഷനാണത്. അത് തുറന്ന് പറയും എന്ന ഭയം കൊണ്ടാണ് ഉമ്മ ഇപ്പോൾ വന്നിരുന്നുകൊണ്ട് ഡ്രാമ പറയണത്. ഈ ഉമ്മയും ഈ കുടുംബവും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കളിച്ചിരിക്കുന്നത്. ഇവർക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടതാണ് ഈ പയ്യനുമായിട്ട് ഈ മകൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അതിൽ ഒരുപാട് പൈസ അവൻ കൊടുത്തിട്ടുണ്ട്, അവൾ കൊടുത്തിട്ടുണ്ട്, സ്വർണം കൊടുത്തിട്ടുണ്ട്. അവൻ പൈസയ്ക്ക് വേണ്ടിയാണെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടു, അവൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ വിഷയം ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് നുണയാണ്. ആ നാട് മുഴുക്ക പാട്ടായ കാര്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. ഇതിൽ തെറ്റുകാരെന്ന് പറയാൻ ആ കുടുംബക്കാരും ഇവളുടെ ഭർത്താവുമാണ്, പ്രവാസിയായ ഭർത്താവുമാണ്. കാരണം നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ ഭാര്യ മറ്റൊരുത്തരെ കണ്ട് എങ്കിൽ മക്കളുടെ ഉമ്മയാണോ എന്ത് കുന്തമോ ആ പിരുത്തങ്ങ് വിട്ടേക്കുക. കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ ആർക്കൊപ്പം നിൽക്കണമെന്നുള്ളത് തീരുമാനമെടുത്തിട്ട് ആ കുട്ടികൾക്ക് ചെലവിനുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് ബോധമുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അല്ലാതെ അവളെ തന്നെ തൂക്കിക്കൊണ്ടും അവളെ ഇനി നന്നാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും അവളെയും ചുമന്നുകൊണ്ട് നടന്ന അയാളാണ് ആദ്യത്തെ കുറ്റവാളി. 2, ഒരേ ഒരു മകളെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മകൾ കാണിക്കുന്ന തോന്നിവാസത്തിന് കൂട്ടുനിന്ന ഈ ഉമ്മ ഉൾപ്പെടെ കുറ്റവാളികളാണ്. അവൾ എന്തുകൊണ്ട് ഒരു എഴുത്തെഴുതി കീശയ്ക്കകത്ത് വെച്ചിട്ട് ചത്തു? അവക്കറിയാം ഇത് പുറത്ത് കിട്ടിയാൽ അവരത് മാറ്റും, വിവരം അവർക്ക് എത്തിക്കണം എന്നുള്ളത്. ഇത് ഗുണ്ടായിസം തന്നെയാണ്, തീർച്ചയായിട്ടും ഗുണ്ടായിസമാണ്. SDPI പ്രവർത്തകരാണ് എന്ന് മനസ്സിലാകുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇവർ നേരെ ഇതിനെ ഓഫീസിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാരാണ് ചെയ്യുന്നത്, നേരെ AKG സെൻറ്ററിൽ കൊണ്ടുപോയാൽ മൊത്തം കമ്മ്യൂണിസ്റ്റുകാർ നാർത്തില്ലേ? ആ ബോധം ആ പിള്ളേർക്ക് ഉണ്ടാകണമായിരുന്നു. നമ്മൾ കാരണം പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുമെന്നുള്ള ബോധം അവന്മാർക്ക് ഇല്ലാത്തത് കൊണ്ടല്ലേ ഇന്ന് SDPI പ്രതിസ്ഥാനത്ത് നിന്ന് നിൽക്കുന്നത്. 3 വ്യക്തികൾ അവരുടെ കുടുംബത്തിലെ അംഗത്തിന് വന്ന പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇവർ ഇതിനെ കൊണ്ടുവന്ന് പാർട്ടി ഓഫീസിൽ കയറിയത് എന്തിനാണ്? തെറ്റാരുടെ പക്ഷത്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി പാർട്ടി ഓഫീസിൽ പോകുന്നതിന് പകരം പള്ളിയിൽ എന്തിനാ ഇപ്പം മസ്ജിദൊക്കെ വെച്ചിരിക്കുന്നേ? ഇവനും മുസ്ലിമാണ്. ഈ ഇടികൊണ്ട ചെറുക്കൻ, ഇവളുടെ കാമുകൻ എന്ന് പറയുന്ന 21 വയസ്സുകാരനും മുസ്ലിമാണ്. 21 വയസ്സുള്ള ചെറുക്കനെ ഇവൾ പ്രേമിക്കണമെങ്കിൽ ചെറുക്കനിക്ക് എത്ര വയസ്സിൽ തുടങ്ങിയിരിക്കണം? 21 22 ചെറിയ പ്രായമാണ്. ഏജ് കൃത്യമായിട്ട് പറയുന്നില്ല, അവൻ ഒളിവിലാണ്. അവൻ ഇവരെ കയ്യിൽ നിന്ന് സ്വത്ത് തട്ടിയിട്ടുണ്ട്, സ്വർണം തട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയാം. കണക്കായിപ്പോയി. നിങ്ങളെ മോൾ എന്ത് കുഞ്ഞുവാവയായിരുന്നു? ആ ചെറുക്കൻ കുഞ്ഞുവാവയാ. നിങ്ങളുടെ മോക്ക് എന്തായിരുന്നു സോക്കേട്? നിങ്ങളുടെ മോളെന്തിന് സ്വർണവും പണവും ഒക്കെ കൊടുത്തിട്ട് അവനെ ചേർത്ത് നിർത്താൻ നോക്കിയത്? ഈ TT ഫാമിലി പോലുള്ള സാധനങ്ങൾ ഇവിടെയുള്ള കുട്ടികളുടെ മനസ്സിലേക്ക് അനാവശ്യമായ ഒരു കാര്യം കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ മുമ്പ് പറയുന്നതാണ്. ഇത്തരക്കാർ ഇവിടെ ഏറ്റവും ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നവർക്കാണ് ചാനലും ഉള്ളത്. അവരെയാണ് ഇങ്ങനെ ബൂസ്റ്റ് കഴിക്കുന്നതും അത് കണ്ടിട്ടാണ് ബാക്കിയുള്ളവർ ഫോളോ ചെയ്യുന്നത്. നമ്മൾ പൊതുസമൂഹത്തിൽ കാണിക്കാൻ പാടുള്ളതേ കാണിക്കാവുള്ളൂ. അതിൽ കൂടുതൽ ആൾ കാണിക്കുകയും അതിനൊരു സപ്പോർട്ട് പറയുകയും ഒക്കെ ചെയ്യുമ്പം ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നേരിടേണ്ടി വരും. നമ്മളിതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ പോട്ടെ, വേറൊരു വിഷപ്പാമ്പ് പോലെ തലപൊക്കി വെളിയിലിട്ട് വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് വായിക്കാം. ശ്രീമതി എന്ന് പറയുന്ന മാഡം, ശരിയാണ്, ഞാനും പാർട്ടിക്കാരി തന്നെയാണ്, എന്നാൽ ഇത് വല്ലാത്തൊരു എഴുത്തായി പോയി തള്ളേ, ഒന്നും പറയാനില്ല. കായലോട് നടന്നത് താലിബാനിസം ആണോ? അതിന് നിങ്ങൾ താലിബാനിലായിരുന്നോ? നിങ്ങൾക്ക് താലിബാനെ വല്ല പരിചയമുണ്ടോ? താലിബാനിസം എന്താണ്? താലിബാനിൽ എന്താ നടക്കുന്നത്? അത് എന്ത് വർത്തമാനമാണ്? ആരെ സൂചിപ്പിക്കാനാണ് തള്ള ഈ വർത്തമാനം പറഞ്ഞത് നിങ്ങൾ? റസീനയുടേത് ആത്മഹത്യയല്ല, ആൾക്കൂട്ട കൊലപാതകം എന്ന് PK ശ്രീമതി. റസീന ഭയങ്കര ഒരു പുണ്യാത്മാവ്, അതുകൊണ്ട് ആൾക്കൂട്ടം അവളെ പിടിച്ച് അടിച്ചങ്ങ് കൊന്നു കളഞ്ഞു. തെണ്ടിത്തരമാണ് ആ സ്ത്രീ കാണിച്ചുകൊണ്ടിരുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കുകയല്ലേ, അത്ര കുത്തിക്കഴപ്പാണോ? ഭർത്താവ് കൊണ്ടുപോയാൽ അവിടെ നിൽക്കാൻ വയ്യാതെ താടി വന്ന എന്തിനാണ്? ആ കുത്തിക്കഴപ്പിന് ഇതേ മറുപടിയുള്ളൂ. ഇതാണ് അതിൻ്റെ പരിപാടി. നാട്ടുകാർ കണ്ടാൽ മിണ്ടായിരിക്കണോ? അതിൻ്റെ നമ്മളൊക്കെ ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കണോ? എന്ത് തോന്നിയ ദിവസം അവർ കാണിക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ ഓർക്കാത്ത എന്താണ്? താലിബാനിസം പെട്ടെന്ന് അവരുടെ നാട്ടിലേക്ക് അതാണ് ഓടി വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല, സംഘി സർക്കാർ എന്ന് വേണമെങ്കിൽ അക്ഷരം തെറ്റാതെ പറയാം. അമ്മാതിരി ആയേക്കുന്നു. അടുത്തത് കേൾക്കാം. കണ്ണൂർ കായലോട്ടെ സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് യുവതിയുടെ ആത്മഹത്യയിൽ പ്രതികരിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം CK ശ്രീമതി. ഇത് ഇവരെ കൊണ്ട് പറയിച്ചത് ഈ പിള്ളേരാണ്. കാരണം ഇവന്മാർക്ക് ഈ പ്രശ്ന പരിഹാരത്തിന് പള്ളിയിൽ പോകാം, അല്ലെങ്കിൽ ഇവന്മാരെയും പിടിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകാം, അവളുടെ കുടുംബ വീട്ടിലേക്ക് പോകാം, ഇവന്മാരുടെ വീട്ടിലേക്ക് പോകാം. എന്തിനാണ് പാർട്ടി ഓഫീസിൽ ഓടി കയറിയത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള വിഷപ്പാമ്പുകൾ ഇങ്ങനെ തലപൊക്കി വരുന്നത്. ഇവരുടെയൊക്കെ ഉള്ളിൽ മറ്റേ വശം ഇല്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഇപ്പൊ ഈ വർത്തമാനമൊക്കെ വന്നത്. താലിബാനിസമാണ് അല്ലേ? താലിബാനിസം. ഇവിടെ ഒരു പൂജാരിയുടെ പെണ്ണുമ്പുള്ള പൂജാരി പൂജയ്ക്ക് പോയപ്പോഴത്തേക്ക് കയറ്റി കളിച്ച് അവൻ കഴുത്തു വെട്ടി. അപ്പൊ ഇതൊന്നും നിങ്ങളുടെ നാക്കിൽ വന്നില്ലല്ലോ. അതെന്ത് ഇസമാണ്? അപ്പൊ അതെന്താണ് ഇസം? ആ പെണ്ണിന് വേണ്ടി വക്കാലത്ത് കൊണ്ട് നിങ്ങൾ ഇറങ്ങാത്ത എന്താണ്? കഴുത്ത് വെട്ടി അങ്ങ് കൊന്നു കളഞ്ഞു. അതെന്തിനാണ്? അവനെ തേക്കാൻ പോയിട്ട്. മാപ്പിള ഉണ്ട്, ഡെയിലി പ്രോഗ്രാം ചെയ്തു കൊടുക്കാൻ പൂശാരി എണ്ണനുണ്ട്, പക്ഷെ പൂജ പറ്റത്തില്ല. അതുകൊണ്ട് തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭീകരത കൃത്യമായി ബോധ്യപ്പെടുന്ന സംഭവമാണ് കായലോട് നടന്നത്. ആണോ? DYFIയും ഈ SDPIയും ഒരേ വേവ് ലെങ്ത് ഉള്ളവരാണ്.
ഇവർ രണ്ടുപേരും സദാചാരവാദം കൂടുതൽ കൊണ്ടു നടക്കുന്നവരാണ്. ഈ DYFIക്കാർ കുറച്ചുകൂടെ ബുദ്ധിബോധത്തോടു കൂടി ഇത് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ട് കയറത്തില്ല. പകരം അവരല്ലാതെ ഹാൻഡിൽ ചെയ്യും. ഇവറ്റകളെ പേടിച്ചിട്ട് പല വീട്ടിൽ പല പ്രശ്നമുണ്ട്. ഈ ഇന്റർകാസ്റ്റ് മാരേജ് എന്ന നിലയിൽ ഈ അനാവശ്യമായ ജിഹാദുകൾക്ക് കൂട്ടുനിൽക്കുന്നതും DYFIക്കാരാണ്. SDPIക്കാർ ചെയ്യുന്ന നന്മകൾ പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ അവർ ചെയ്ത തിന്മയ്ക്ക് വേണ്ടി ആളുകൾ അലയുമ്പോൾ വടി കൊണ്ട് അവരെ കൈ കൊടുത്തിട്ട് അടിച്ചോ എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. ആ 3 പിള്ളേരും കൂടെ ചേർന്ന് SDPI എന്ന പാർട്ടിയുടെ മുഖം നശിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊലപാതകമെന്ന് PK ശ്രീമതി കുറ്റപ്പെടുത്തി. പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ ഒരു ആൾക്കൂട്ടത്തിന്റെ മുൻപിൽ പെൺകുട്ടി അപമാനിതയായി. പാഞ്ചാലിയുടെ കേസ് അപമാനിതയായി. അതിന്റെ കാരണക്കാരാരാ? അവളുടെ 5 കെട്ടിയവന്മാരാ. അത് നിങ്ങൾ നല്ല ഉപമ തന്നെയാണ് ഉപമിച്ചത്. ശരിയാണ്. പാഞ്ചാലിക്ക് ആ ഗതികേട് കൊടുത്തത് വേറെ നാട്ടുകാരുമില്ല, മാപ്പിള തന്നെയാണ്. ഇവിടെയും അത് തന്നെയാണ്. മാപ്പിളയും സ്വന്തം വീട്ടുകാരും കൂടെ കൊടുത്ത കൊട്ടേഷനാണ്. പാഞ്ചാലിക്കുണ്ടായ അതേ അവസ്ഥ തന്നെയാണ് ഈ പെണ്ണിനും ഉണ്ടായത്. റസീനയ്ക്ക് എന്തുണ്ടായി എന്നുള്ളതിന് തെളിവാണത്. അവരെ കുടുംബം തന്നെയാണ് ചെയ്തത്. അവർക്ക് നാണക്കേടില്ലേ? മകളെ തിരിച്ചു കിട്ടണമെന്ന് അവർ വിചാരിച്ചു കാണും. കൊട്ടേഷൻ കൊടുക്കണമെന്ന്. പിടിച്ച് 2 പൊട്ടിക്കുകയാണ് വേണ്ടത്. ഇച്ചിരി പോലെ നല്ല മെഴുക് ഉരുക്കി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു ആ സ്ഥാനത്ത്. അപ്പൊ പിന്നെ ആ തോന്നലും കൊണ്ട് ചാടത്തില്ല. നമ്മൾ വിവാഹം കഴിഞ്ഞ് കുട്ടികളായ ശേഷം പിന്നെ ഇത്തരം കുത്തിക്കഴപ്പ് കാണിക്കുന്നവർക്ക് അടിയാണ് പറ്റിക്കേണ്ടത്. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഒക്കെ കഴപ്പ് അറിയത്തില്ലേ? സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ ഇസ്ലാം നിയമപ്രകാരം നിസ്സാരമായിട്ട് വിവാഹമോചനം നടത്താം. അവനങ്ങ് കളഞ്ഞാൽ പോരെ. അവനെതിരെ ഇതിനെ ചമന്നുകൊണ്ട് കിടക്കുന്നത്. നിന്റെ ബെഡിലേക്ക്, നിന്റെ ബെഡ്റൂമിലേക്ക് മറ്റൊരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ വേണമെന്ന് നീ ചിന്തിക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? മാനസിക പീഡനത്തിന് വിധേയമായി, ജീവിച്ചിരിക്കാൻ തോന്നാത്ത വിധം മാനസികമായി പീഡനത്തിന് വിധേയമായി നിയമം കയ്യിലെടുക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തതെന്ന് PK ശ്രീമതി ചോദിച്ചു. ഒരു പാവ സഹോദരനും സഹോദരിക്കും നേരെ വ്യക്തിഹത്യ നടത്തുന്നത് അതിഭീകരമാണ്. പാവ സഹോദരനും സഹോദരിയും 3 പേരെ അല്ല, മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണം. ഏത് സംഘടനയായാലും ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ട സംഭവമാണിതെന്നും അല്പമെങ്കിലും സംസ്കാരമുണ്ടെങ്കിൽ ഇതിനോട് യോജിക്കാൻ കഴിയില്ലെന്നും PK ശ്രീമതി പ്രതികരിച്ചു. PK ശ്രീമതിക്ക് ഈ സംസ്കാരം നല്ലതായിട്ട് തോന്നും. ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ തിരകി നടക്കുന്നതായിരിക്കും PK ശ്രീമതിയുടെ സംസ്കാരം. ആ സംസ്കാരം ഇസ്ലാമിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട. ഇസ്ലാമിയർക്ക് ആ ഭ്രാന്തില്ല. ഞാൻ ഈ മതവാദം വിടുക, ഒരു മനുഷ്യനായി ഒരു സാധാരണ സ്ത്രീയായിട്ട് പറയുന്നു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഇതല്ല ഈ അവിഹിതം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഹിതം, ബാക്കിയുള്ളവർക്ക് അത് അവിഹിതം തന്നെയാണ്. നിങ്ങൾ പലരും പറയുന്ന ഒരു കാര്യം, ഞാൻ സഹിക്കണോ, ഞാൻ അനുഭവിക്കണോ എന്ന്. നിങ്ങൾ സഹിക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യൂ. നിങ്ങൾ എന്തിനാ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്നത്? ഇപ്പോൾ അയാൾ നിർബന്ധിച്ചാൽ പോലും നിനക്ക് വേണ്ടാന്ന് വെച്ചാൽ വേണ്ട. പക്ഷെ ആ ഫെസിലിറ്റീസ് നിനക്ക് വേണം. അയാളുടെ പണം വേണം, അയാളുടെ സ്വർണം വേണം. നിനക്ക് കുട്ടികളെ ഉപേക്ഷിക്കാൻ വയ്യ. നമ്മൾ ഒന്ന് എടുക്കുമ്പോൾ ഒരുപാട് കാര്യം നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വരും. ചില സൗകര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ചില അസൗകര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്താൻ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പല സൗകര്യങ്ങളും മറക്കേണ്ടി വരും. ചില വിഷയങ്ങളിൽ നമ്മൾ മൗനം പാലിക്കണം. ചില വിഷയങ്ങൾ നമ്മൾ കൃത്യമായ സംയമനം പാലിക്കണം. ഒരു വേർഡ് ഞാൻ ഇന്നലെ പറഞ്ഞതിന് ആരോ പ്രതിപാദിച്ചിട്ട് ഒരു കമന്റ് ഇട്ടിരുന്നു. ആ കമന്റ് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ കാര്യങ്ങൾ അറിയാതെ രഹസ്യമായി ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞതിനെ വക്രീകരിച്ച് കൊണ്ടുവരില്ലേ? ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇത് പബ്ലിക്കിൽ അറിഞ്ഞില്ലേ? ഇപ്പോൾ പൊതുസമൂഹം മൊത്തം അറിഞ്ഞില്ലേ? ആ സ്ത്രീയിലെ നാണം കെട്ടത്, ആ കുട്ടികൾ നാണം കെട്ടില്ലേ? ആ ഭർത്താവ് നാണം കെട്ടില്ലേ? ഇവർ 3 വർഷമായി വിവരം അറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു. മകൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ നാണക്കേട് ഒഴിവാക്കി കൊടുക്കാൻ അവനെ അങ്ങോട്ട് പിരുത്തു വിട്ടിട്ട് ഇവനെ അങ്ങ് കെട്ടിച്ചു കൊടുത്തപ്പോഴേ കുത്തിക്കഴപ്പ് തീരത്തില്ലയോ? അവൻ കെട്ടാനായിട്ടല്ല വന്നത്. അവന് വേണ്ടത് സ്വർണവും പണവും തന്നെയായിരുന്നു. അത് ആ പെണ്ണൻ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ ഇടി കിട്ടിയപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ വേദനയിലായിരിക്കും കയറി തൂങ്ങിയിട്ടുള്ളത്. ഇനി അവനെ കിട്ടത്തില്ല. കാരണക്കാരി ഇവന്മാരാണെന്ന് അവക്കങ്ങ് തോന്നിയത് കൊണ്ടാണ് എഴുതി വെച്ചിട്ടുണ്ടാവുക. എന്ത് തന്നെ ആയിരുന്നാലും ഇതിനകത്ത് പൂർണ്ണമായും ഉത്തരവാദി എന്ന് പറയുന്നത് ആ 2 വ്യക്തികളാണ്. ഒന്ന് ചത്തുപോയവളും ഒന്ന് അവളുടെ കാമുകനും. ഇവർ രണ്ടും കൂടെ ചേർന്ന് ആ കുടുംബം നശിപ്പിച്ചു. ആ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കണക്ക് ആക്കി തീർത്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഈ ഒരു വിഷയത്തിനെ എടുത്തു വെച്ചത് രാഷ്ട്രീയപരമായി അടിക്കാൻ നിൽക്കുന്ന രീതിയിൽ വടിവെട്ടി കൊടുത്തത് ആ 3 എണ്ണോ. യുവമാർ ഓടി ഇതിനെ കൊണ്ട് പാർട്ടി ഓഫീസിൽ കുത്തിക്കയറാൻ പോയിട്ടല്ലേ ഈ പ്രശ്നം വന്നത്. അതുകൊണ്ടാണല്ലോ പാർട്ടിയുമായി ഇവർക്കൊരു ബന്ധമില്ല, പാർട്ടിയിൽ നിന്ന് ഇവരെ പിരിത്തുവിടുമെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ല വഴി. അതിലൊരു പയ്യൻ ഇന്ന് ഫ്ലൈറ്റിൽ ഖത്തറിൽ പോകാൻ നിന്നവനാണ്. അവൻ ലീവിന് വന്നവനാണ്. ജീവിതം നഷ്ടപ്പെട്ടോ? മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെടാൻ പോകാതിരിക്കുക. കൊട്ടേഷൻ തരുന്ന തള്ളയ്ക്കും തന്നയ്ക്കും തീർക്കാൻ പറ്റാത്ത പ്രശ്നം നിങ്ങളെ കൊണ്ട് തീർക്കാൻ നിങ്ങളുടെ താരാ പറഞ്ഞേ. എന്തിനാ ഇതിന് പോകുന്നേ? എന്ത് സദാചാരവാദമാണ്? എന്ത് കോപ്പോ കാണിച്ചുകൊണ്ട് പോട്ടെ എന്ന് വെക്കുക. ഇവരെയൊക്കെ പബ്ലിഷ് ചെയ്ത് വിട്ടുകൊടുക്കുക. ഇവരെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വരുമായിരുന്നോ? അതല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം അവരെ പിടിച്ച് സദാചാര ഗുണ്ടായുസം കാണിക്കാൻ പോയിട്ടല്ലേ ഈ പ്രശ്നം വന്നത്.
നിങ്ങൾ ഒരു വിഷയം തീർപ്പ് കൽപ്പിക്കാൻ കുടുംബത്തിന്റെ ഒരു കാര്യത്തിന് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇവിടുത്തെ നിയമം കയ്യിലെടുക്കുകയാണ്. നിങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാൻ അവകാശമുണ്ട്. എപ്പോഴെന്നറിയാമോ? ഒരു കൊല നടക്കുന്നത് നിങ്ങളുടെ കൺമുന്നിൽ കണ്ടാൽ, ഒരു റേപ്പ് നടക്കുന്നത് നിങ്ങളുടെ കൺമുന്നിൽ കണ്ടാൽ, ഒരു മോഷണം നിങ്ങളുടെ കൺമുന്നിൽ കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത്തരം അവിഹിതങ്ങൾക്കൊന്നും നിങ്ങൾ നിയമം കയ്യിലെടുക്കാൻ ഒക്കത്തില്ല. നിങ്ങളുടെ കൺമുന്നിൽ ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ അത് ഇൻഫോം ചെയ്യുക. ഇത്തരത്തിലൊരു വിഷയമുണ്ടെന്ന് അത് പോലീസിനെ വിളിച്ചറിയിച്ചാൽ തന്നെ നാറിക്കോളുമല്ലോ. ഇപ്പം നിങ്ങളുടെ തലയ്ക്ക് ഇത് വന്നില്ലേ, നിങ്ങളുടെ കുടുംബത്തിന് എന്താകും? നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചോ? ആ നാട്ടിൽ ഇതൊരു സ്ഥിരം പരിപാടിയാണ് എന്ന് ആ നാട്ടുകാർ തന്നെ പറയുന്നു. ആരോടെ പോയാലും അന്വേഷിക്കും, ഭയങ്കരമായിട്ട് നോക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു കമ്മ്യൂണിറ്റിയെ ഓറിയൻറ്റ് ചെയ്ത് നിങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ ചില തകരാറുകൾ വരാൻ സാധ്യതയുള്ള മേഖലകളിൽ ആളുകൾ കുറച്ച് വിജിലൻ്റ് ആകും. ആ വിജിലൻ്റ് ആണ് കുട്ടികൾ ചെയ്തിട്ടുള്ളത്. ഞാൻ അവരെ തകരാറ് പറയുന്നതല്ല, പക്ഷേ അവരുടെ കയ്യിൽ മിസ്റ്റേക്ക് വന്നു. അവർ എവിടെ മിസ്റ്റേക്ക് ചെയ്തു എന്നാൽ ഇതുങ്ങളെ പിടിച്ച് നേരെ പാർട്ടി ഓഫീസിൽ പോയതിലാണ് പ്രശ്നം വന്നത്. പാർട്ടി പ്രതിസ്ഥാനത്തായി, ആവശ്യമില്ലാതെ മുസ്ലിംസ് പ്രതിസ്ഥാനത്തായി, ഇല്ലാത്ത പ്രശ്നമായി. ഇവിടെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഇവരെന്തിനാണ് സൂയിസൈഡ് ചെയ്തത്? ഇതെന്താണ് ശ്രീമതി തള്ളെ? ഇതൊന്ന് പറഞ്ഞാണ് നിങ്ങൾ. ഈ സ്ത്രീ എന്തിനു മരിച്ചു? 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സദാചാര ഗുണ്ടായിസം കാരണം മരിച്ചത് ഒരു ഹിന്ദു സ്ത്രീയാണ്. ഇവിടെ എന്ത് ഈസമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നതെന്ന് പറയാമോ? സംഗീസമാണോ? ഒരു വിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയതും കൊണ്ടങ്ങ് ഇറങ്ങുകയാണ് തള്ള. ഒന്ന് പറയുന്നതിന് അതും കൊണ്ടങ്ങ് ഇറങ്ങുകയാണ്. നിങ്ങളാര് മോളെന്ന് നമ്മൾ ഇലക്ഷനിൽ കണ്ടതാണ്. നിങ്ങളുടെ ഇലക്ഷൻ ഇതിനകത്ത് നമ്മൾ കണ്ടതാണ് നിങ്ങളാര് മോളാണെന്ന്. എങ്ങനെയാണ് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ആ വൃത്തികേട് അന്ന് കണ്ടതാണ്. ഇനിയും ഇതുപോലെ തന്നെ ഇനിയിപ്പം ഇലക്ഷൻ വരുമ്പം നമ്മൾ ഒരാളെ കൊണ്ടുവന്ന് ഇവർ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നമ്മൾ ഉടനെ അവരെ ഇങ്ങ് ഏൽപ്പിക്കാൻ നിന്നോ? ഇവരെയൊക്കെ ഉള്ളിലുള്ള ആ ബഗടത്തരം ഇതേപോലെ ഓരോ കാര്യങ്ങളിൽ വരെയാണ്. ഈ ഇസ്ലാമിയരെ ഒന്നടങ്ങ് ആക്ഷേപിക്കുന്ന ഒരു പരിപാടിയല്ലേ ഇവർ ചെയ്തത്? എന്ത് താലിബാനിസം അതിനകത്ത്? താലിബാൻ ഇങ്ങനെയാണോ ചെയ്യുന്നത്? എന്ത് വൃത്തികേടാ സ്ത്രീ പറയുന്നത്? അതെന്താ അങ്ങനെ പറയുന്നത്? താലിബാനിസം ഇതാണെങ്കിൽ എനിക്ക് താലിബാനെ ഇഷ്ടമാണെന്ന് ഞാൻ പറയും. ഒരു ഭർത്താവ് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോയി ജോലിക്ക് നിൽക്കുന്ന മനുഷ്യനെ പറ്റിച്ചുകൊണ്ട് ഒരു കൊച്ചു ചെറുക്കനുമായിട്ട് കൊഞ്ചു കുഴഞ്ഞ് നടക്കുന്ന ഒരുത്തി പിടിച്ച് 2 പൊട്ടിച്ച താലിബാനിസം ആണെങ്കിൽ ആ താലിബാനിസം നല്ലതാണോ? അത് വേണ്ടേ? കുടുംബക്കാരാകുമ്പോൾ ചോദ്യങ്ങൾ ചെയ്യും. ഇപ്പോഴത്തെ ഒരു പുരോഗമന കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഒരാൾക്ക് ഒരാളെയും ചോദ്യം ചെയ്യുക, മക്കളെ തല്ലാൻ ഒക്കത്തില്ല, മക്കളെ ഉപദേശിക്കാൻ ഒക്കത്തില്ല, ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഒരു പ്രത്യേക തരം പുരോഗമനവാദം. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ സ്ത്രീ 100ക്ക് 100 ചെയ്തിരിക്കുന്ന തെറ്റുകളാണ്. ആ ഉമ്മ അത് കൃത്യമായി വന്ന് പറയുന്നു. മകൾക്ക് 3 വർഷമായിട്ട് അവരുമായിട്ട് ഇടപാടുണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല അയാൾക്ക് അത് അറിയാമായിരുന്നു. ഇതിൽ നിന്ന് അവളെ ശ്രദ്ധ മാറ്റിക്കൊണ്ടുപോകാൻ അവളെ വിദേശത്ത് കൊണ്ടുപോയിരുന്നു. അടക്കം നിൽക്കാതെ അവൾ ഓടി ഇങ്ങ് തിരിച്ചു വന്നു. ഇനിയും അവളെ എല്ലാവരും വിളിച്ചൊന്ന് വിലക്കിയാൽ, അവനെ ഒന്ന് വിളിച്ച് വിലക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ചിന്തിച്ചിട്ട് അതിന് വിളിച്ച് വിലക്കുന്നു. നടക്കുന്നില്ല. നിങ്ങൾ ടി ഫാമിലി പോലുള്ള ആളുകളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇതും അംഗീകരിക്കാൻ പഠിക്കണം. നിങ്ങളങ്ങ് അംഗീകരിച്ചു കൊടുക്കുന്നു. അവർ 20 വയസ്സിന് മുതിർന്ന ഒരു സ്ത്രീയെ കെട്ടാനാണ് അവന് താല്പര്യം. ഞാൻ കെട്ടിച്ചോട് കഴിയട്ടെ, എങ്ങനെ പോട്ടെ, ശല്യങ്ങൾ. കുട്ടികളെ സേഫാക്കുക, അതാണ് വേണ്ടത്. ബോധമില്ലാത്ത കുറെ കുത്തിക്കഴപ്പ് പിടിച്ച പെണ്ണുങ്ങൾ കാരണം അനാവശ്യമായി മതം അവഹേളിക്കപ്പെടുന്നതാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ശ്രീമതി ടീച്ചറിന്റെ ഡീറ്റെയിൽസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. തൽക്കാലം ഇത്രയും ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കൂടെ നിങ്ങളുടെ കമൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ഇടാൻ നിർബന്ധിക്കുന്നത്. ദയവ് ചെയ്തിട്ട് ഒരു സ്മൈലി എങ്കിലും എനിക്ക് വേണ്ടി അവിടെ ഇട്ടിട്ട് പോവുക. താങ്ക് യു.